ഞാനൊരു കഥ പറയാം. 1579 മുതൽ 1586 വരെ കാശ്മീർ ഭരിച്ചിരുന്നത് യൂസഫ് ഷാ ചാക്ക് എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായിരുന്നൊരു പ്രദേശമായിരുന്നു ഈ കാണുന്നത്. മഹാശിവന്റെ പത്നിയായ ഗൗരിയുടെ പേരിൽ ഗൗരിമാർഗ് എന്നാണ് ഈ പ്രദേശം അന്ന് അറിയപ്പെട്ടിരുന്നത്. രാജാവ് തൻ്റെ രാജ്ഞിയായിരുന്ന ഹബ്ബ ഖാത്തൂണുമായി സ്ഥിരമായി ഇവിടെ സന്ദർശിക്കുകയും വസന്തകാലത്ത് പൂക്കൾ നിറയുന്ന ഈ താഴ്വരയ്ക്ക് രാജാവ് ഗുൽമാർഗ് അഥവാ പൂക്കളുടെ പുൽമേട് എന്ന പേര് വിളിക്കുകയും ചെയ്തു. മഞ്ഞുമലകളിലെ സുന്ദരിയായ ആ ഗുൽമാർഗിന്റെ മനോഹര കാഴ്ചകളിലേക്കാണ് ഇന്ന് പത്തേമാരിയുടെ യാത്ര. ഝലം നദിയുടെ ഉത്ഭവസ്ഥാനമായ വെരിനാഗിൽ നിന്ന് കാശ്മീരിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് ഗുൽമാർഗിലേക്കുള്ള എൻ്റെ യാത്ര. രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. പൈൻമരങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവുകളിലൂടെയും ചെറിയ ഗ്രാമങ്ങളിലൂടെയുമുള്ള യാത്ര. ഇലപൊഴിച്ചു നിൽക്കുന്ന വാൾനട്ടും പ്ലോപ്പർ മരങ്ങളുമാണ് റോഡിൽ ഇരുവശത്തും. ഒരേ ആകൃതിയിലും നിറത്തിലുമുള്ള ചെറിയ കെട്ടിടങ്ങൾ, അവ ആ ഗ്രാമത്തിലെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെയാണ്. ഗ്രാമത്തിന് അതിർവരം വിട്ടതുപോലെ മലഞ്ചെരുവുകളിലെ പൈൻമരക്കാടുകൾ. കാശ്മീരിന്റെ ഉയർന്ന പർവ്വത ശിഖരങ്ങളിലെല്ലാം പൈൻമരക്കാടുകളുടെ നിറസാന്നിധ്യമാണ്. മഞ്ഞുകാലത്തും പച്ച പുതച്ചു നിൽക്കുന്ന പൈൻമര ശിഖരങ്ങളിൽ മഞ്ഞ് തട്ടി നിൽക്കുന്നത് നയന മനോഹരമായൊരു കാഴ്ചയാണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ദൂരെയാണ് ഗുൽമാർഗ്. ഞാൻ ഇന്നലെ താമസിച്ച വെരിനാഗ് എന്ന പട്ടണത്തിൽ നിന്ന് 140 കിലോമീറ്റർ ദൂരം പിന്നിട്ട് അവസാനം ഞാൻ മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന ഗുൽമാർഗിന്റെ മണ്ണിലേക്ക് ഇറങ്ങി. വണ്ടി ഇറങ്ങി ഏകദേശം 2 കിലോമീറ്റർ നടന്നു വേണം ലോകപ്രശസ്തമായ ഗുൽമാർഗ് കേബിൾ കാർ സ്റ്റേഷനിലെത്താൻ. മുഗളന്മാരും പിന്നീട് വന്ന മുസ്ലിം രാജാക്കന്മാരും ബ്രിട്ടീഷുകാരുമെല്ലാം ഗുൽമാർഗിനെ പ്രണയിച്ചത് ഈ മനോഹാരിത കണ്ടിട്ട് തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബ്രിട്ടീഷുകാരാണ് ഗുൽമാർഗിനെ ഒരു അവധിക്കാല വിനോദ കേന്ദ്രമായി മാറ്റിയെടുത്തത്. ഗുൽമാർഗ് എന്ന വിശാല പ്രദേശം മുഴുവൻ മഞ്ഞിനടിയിലാണ്. മഞ്ഞിന്റെ തൂവെള്ള നിറത്തിലുള്ള കാഴ്ചയല്ലാതെ മറ്റൊന്നും ഗുൽമാർഗ് നമുക്കായി കരുതി വച്ചിട്ടില്ല. മനോഹരമായ പച്ചപ്പുൽ തകിടിയും കാശ്മീരി പുഷ്പങ്ങൾ വിടരുന്ന പൂന്തോട്ടങ്ങളുമൊക്കെ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള വസന്തകാലത്ത് ഇവിടെയുണ്ടാകും. എങ്ങും തഴച്ചു വളരുന്ന ചെടികളുടെയും പൂക്കളുടെയും മറ്റൊരു ഗുൽമാർഗായിരിക്കും അപ്പോൾ. 1.5 മീറ്റർ അധികം ഉയരത്തിൽ ഐസ് മാറ്റിയ റോഡിലൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. തെന്നി വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തെല്ലൊരു ഭയത്തോടെയാണ് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ നടത്തം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീയിങ് ലൊക്കേഷനിൽ ഒന്നാണ് ഗുൽമാർഗ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ സ്കീയിങ് ആക്ടിവിറ്റി നടത്തുവാനായി എത്തിച്ചേരുന്നത്. ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ളതും ഏറ്റവും നീളത്തിലുള്ളതുമായ സ്കീയിങ് സ്നോ ഇവിടെയാണുള്ളത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ സ്കീയിങ് നടത്താം എന്നുള്ളതും വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മഞ്ഞു പെയ്തിറങ്ങിയ റോഡിലൂടെ കുറേ ദൂരം നടക്കാനുണ്ട് കേബിൾ കാർ സ്റ്റേഷനിലേക്ക്. സ്നോ സ്കൂട്ടറിൽ ഗുൽമാർഗിന്റെ വിശാലമായ ഈ മഞ്ഞു മൈതാനം ചുറ്റിക്കറങ്ങാൻ പോകുന്ന സഞ്ചാരികൾ
വിദേശ രാജ്യങ്ങളെപ്പോലെ ഇവിടെയും ഇത്തരം വാഹനങ്ങൾ സാധാരണയായിരിക്കുന്നു. ആ കാണുന്ന വിശാലമായ ഗോൾഫ് കോഴ്സ് മൈതാനത്ത് മുഴുവൻ സ്കീയിങ്ങും സ്ലെഡ്ജിങ്ങും നടത്തുന്ന സഞ്ചാരികളാണ്. ഗുൽമാർഗ് മഞ്ഞുമൂടിയ മലനിരകളുടെ നഗരം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഫ് കോഴ്സും രാജ്യത്തെ പ്രധാന സ്കീയിങ് റിസോർട്ടും കൂടിയാണത്. ബോളിവുഡിലെ ഏറ്റവും പ്രിയപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് ഗുൽമാർഗ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ആ കെട്ടിടങ്ങളെല്ലാം തന്നെ സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള കോട്ടേജുകളും വില്ലകളും ഒക്കെയാണ്. അവിടേക്കുള്ള വഴികൾ ഉൾപ്പെടെ എല്ലാം മഞ്ഞുമൂടി കിടക്കുന്നു. മുൻകൂട്ടി മുറികൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ടൂറിസ്റ്റ് സീസണിൽ ഇത്തരം കോട്ടേജുകളിൽ താമസ സൗകര്യം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലോകപ്രശസ്തമായ സ്കീയിങ് റിസോർട്ടിന്റെ ഭാഗങ്ങളാണ് ഇവയെല്ലാം. ഗുൽമാർഗ് ഗൊണ്ടോള എന്നറിയപ്പെടുന്ന കേബിൾ കാർ സ്റ്റേഷനാണ് ആ കാണുന്നത്. ഫേസ് 1, ഫേസ് 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ കേബിൾ കാറിന്റെ പ്രവർത്തനം. ഫേസ് 1ലേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് മാത്രമേ എനിക്ക് ഓൺലൈനായി ലഭിച്ചിട്ടുള്ളൂ. ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ളതും ദൈർഘ്യമേറിയതുമായ കേബിൾ കാർ ശൃംഖലയാണ് ഇവിടെയുള്ളത്. ഞാൻ കേബിൾ കാറിൽ കയറാനായി മുന്നോട്ട് നടന്നു. ഫ്രഞ്ച് കമ്പനിയായ പോമഗൽസ്കി നിർമ്മിച്ച ഗുൽമാർഗ് ഗൊണ്ടോള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. ഗുൽമാർഗിനും അടുത്തുള്ള അഫർവത് കൊടുമുടിക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ഈ കേബിൾ കാറിലൂടെ മണിക്കൂറിൽ 600 പേരെ കടത്തിവിടുന്നു. 2 ഘട്ട റോപ്വേയുടെ ആദ്യഘട്ടം 1998 മെയ് മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഗുൽമാർഗിൽ നിന്ന് 3080 മീറ്റർ ഉയരത്തിലുള്ള കോങ്ദൂരിയിലേക്കായിരുന്നു അത്. 36 ക്യാബിനുകളും 18 ടവറുകളുമുള്ള 2ാം ഘട്ടം 4200 മീറ്റർ ഉയരത്തിലുള്ള അഫർവത് കൊടുമുടിയിലേക്ക് 2005 മെയ് മാസത്തിലായിരുന്നു പൂർത്തിയായത്. ഇവിടെ കേബിൾ കാറിന്റെ ഉള്ളിൽ നിന്നുള്ള ചിത്രീകരണം അതീവ ദുഷ്കരമാണ്. ഗ്ലാസിനുള്ളിലൂടെ കിട്ടുന്ന ചിത്രങ്ങൾ മങ്ങിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാബിന്റെ ഒരു ഭാഗത്തുള്ള ചെറിയ ഒരു ഹോളിലൂടെയാണ് താഴത്തെ കാഴ്ചകൾ ചിത്രീകരിക്കുന്നത്. മഞ്ഞുമൂടിയ മലകൾക്ക് മുകളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. ചുറ്റിലും മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ പൈൻമരക്കാടുകൾ. താഴെ മഞ്ഞുറഞ്ഞ പർവ്വതങ്ങൾക്ക് മുകളിലൂടെ സ്ലെഡ്ജിങ്ങും സ്കീയിങ്ങും നടത്തുന്ന സഞ്ചാരികളെ കാണാം. കണ്ടു മതി തീരുന്നതിന് മുമ്പ് തന്നെ കേബിൾ കാറിന്റെ 1ാമത്തെ സ്റ്റേഷനിലെത്തി. 1 ഇഞ്ച് പോലുമില്ലാതെ എല്ലായിടവും മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. ഗുൽമാർഗിന്റെ മഞ്ഞുമലകളുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു നിൽക്കുന്ന 100 കണക്കിന് സഞ്ചാരികൾ. എല്ലായിടത്തും ഉത്സവാന്തരീക്ഷമാണ്. എവിടെയും സഞ്ചാരികളുടെ ബഹളവും തിരക്കും മാത്രം. മഞ്ഞുമൂടിയ പർവ്വതത്തിന്റെ മുകളിലൂടെ നടന്ന് ഗുൽമാർഗിന്റെ മഞ്ഞുകാലത്തിന്റെ സൗന്ദര്യം ചിത്രീകരിക്കുകയാണ് ഞാൻ. ദൂരെ കാണുന്ന മലമുകളിലെല്ലാം തന്നെ മഞ്ഞുമൂടി കിടക്കുന്നു. അവിടെ മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ പൈൻമരങ്ങൾ കാണാം. അതിനു താഴെ കറുത്ത പൊട്ടുപോലെ നീങ്ങി നടക്കുന്നത് സ്നോ സ്കൂട്ടറിൽ പോകുന്ന സഞ്ചാരികളാണ്. 19ാം നൂറ്റാണ്ട് മുതൽ വേനൽക്കാലത്ത് നിന്ന് രക്ഷപ്പെടാൻ ബ്രിട്ടീഷുകാർ ഗുൽമാർഗ് ഒരു റിട്രീസ്റ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. വേട്ടയാടലും ഗോൾഫ് കോഴ്സും അവരുടെ പ്രിയപ്പെട്ട വിനോദമായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായി 3 ഗോൾഫ് കോഴ്സുകൾ അവർ ഗുൽമാർഗിൽ സ്ഥാപിച്ചു. 2650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഫ് കോഴ്സുകളിലൊന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോൾഫ് കോഴ്സായി അറിയപ്പെടുന്നു.
ശ്രീനഗറിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെ 2650 മീറ്റർ ഉയരത്തിൽ ഹിമാലയത്തിലെ പിർപഞ്ചൽ പർവ്വതനിരയിലെ ഒരു കപ്പാകൃതിയിലുള്ള താഴ്വരയിലാണ് ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ വിന്റർ ഗെയിംസ് 1998, 2004, 2008 വർഷങ്ങളിൽ ഗുൽമാർഗിലാണ് നടന്നത്. ഇന്ത്യയിലെ ശൈത്യകാല കായിക വിനോദങ്ങളുടെ ഹൃദയഭൂമിയാണ് ഇന്ന് ഗുൽമാർഗ്. 2014 ജമ്മു കാശ്മീർ സർക്കാർ ഗുൽമാർഗിന് സമീപമുള്ള 20 ഏക്കർ സ്ഥലത്ത് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനായി പദ്ധതിയിടുന്നു. രണ്ടായിരത്തി 2011 സെൻസസ് പ്രകാരം ഗുൽമാർഗിൽ 77 വീടുകളിലായി ആകെ 1965 പേരാണുള്ളത്. അതിൽ 1957 പേരും പുരുഷന്മാരാണ്. 8 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുൽമാർഗിന്റെ ശരാശരി സാക്ഷരതാ നിരക്ക് 99%. ഗുൽമാർഗിൽ സ്ഥിരതാമസക്കാർ കുറവാണ്. ഭൂരിഭാഗം താമസക്കാരും വിനോദസഞ്ചാരികളോ ടൂറിസം വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ ആണ്. ആ കാണുന്നവരാണ് സ്ലേഡ്ജ് വാലകൾ. മരം കൊണ്ടുള്ള ചെറിയ തോണി പോലുള്ള ഒരു ഉപകരണത്തിൽ സഞ്ചാരികളെ കയറ്റി മലമുകളിൽ നിന്ന് താഴെ കൂർന്നിറങ്ങുന്ന വിനോദ പരിപാടിയാണ് സ്ലെഡ്ജ്. നമ്മുടെ ചെറുപ്പകാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ കവുങ്ങിൻ പാളയിൽ കൂട്ടുകാരെ വലിച്ചുകൊണ്ടുപോയ പോലെയുള്ള ഒരു പരിപാടി. വർഷങ്ങളായി ഇതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന 100 കണക്കിന് സ്ലെഡ്ജ് വാലകളുണ്ട് കാശ്മീരിൽ. നായകളും കുതിരകളും വലിക്കുന്ന സ്ലെഡ്ജ് പുരാതന കാലം മുതൽ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. എന്നാൽ മനുഷ്യൻ വലിക്കുന്ന സ്ലെഡ്ജ് ഇന്ത്യയിലെ മാത്രം കാഴ്ചയായിരിക്കും. ശരാശരി ഇന്ത്യക്കാരുടെ സാഹസിക വിനോദം ഈ സ്ലെഡ്ജ് റൈഡിങ്ങിൽ തീരും. അപ്പോഴും വിദേശികളായ വിനോദസഞ്ചാരികൾ ആ മലമുകളിൽ സ്കീയിങ്ങും സ്നോ സ്കൂട്ടർ റൈഡിങ്ങും ഒക്കെ നടത്തുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. കാശ്മീരി കാവ വിൽക്കുന്ന ഒരാൾ. ഈ കൊടും തണുപ്പിൽ ചൂടുള്ള കാശ്മീരി കാവ തെല്ലൊരാശ്വാസമാണ്. ഇദ്ദേഹത്തെ പോലുള്ള നിരവധി കാവ വിൽപ്പനക്കാരുണ്ട് ഈ മലമുകളിൽ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മഞ്ഞ് പുതച്ചു കിടക്കുന്ന മൈതാനത്തിനും ആകാശത്തിനും തമ്മിൽ അതിർവരമ്പുകളില്ലെന്ന് തോന്നും. 180 കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഗുൽമാർഗ് ജൈവ വൈവിധ്യത്തിന് ഏറെ പേരുകേട്ട ഇടമാണ്. വന്യമൃഗങ്ങളെ അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിൽ കാണാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കസ്തൂരിമാനുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ വർഷം ഇതുവരെ 10 ലക്ഷം സഞ്ചാരികളാണ് ഗുൽമാർഗ് കേബിൾ കാർ റൈഡ് നടത്തിയെന്നാണ് ജമ്മുകാശ്മീർ ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. ഇതിൽ നിന്ന് മാത്രം 110 കോടി രൂപയാണ് ജമ്മുകാശ്മീർ ഗവൺമെന്റിന് ലഭിച്ച വരുമാനം. എന്നാൽ കഴിഞ്ഞ വർഷം 2023 ഇവിടെ 8.5 ലക്ഷം സഞ്ചാരികൾ മാത്രമായിരുന്നു ഗുൽമാർഗ് കേബിൾ കാറിൽ യാത്ര ചെയ്തത്. ഓരോ വർഷവും സഞ്ചാരികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം.
ഒരു ഭാഗത്ത് ചെറിയ താൽക്കാലിക കടകൾ കാണാം. ചായയും നൂഡിൽസുമാണ് പ്രധാന ഭക്ഷണം. എല്ലായിടത്തും നല്ല തിരക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കാശ്മീർ താഴ്വര. ജഹാംഗീറും ഷാജഹാനും ഉൾപ്പെടെയുള്ള മുഗൾ ചക്രവർത്തിമാർക്ക് എന്നും പ്രിയപ്പെട്ട നാടായിരുന്നു കാശ്മീർ. ആ പർവ്വതത്തിന് മുകൾ ഭാഗത്തെല്ലാം തന്നെ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പൈൻമരക്കാടുകളാണ്. മഞ്ഞുകാലത്ത് കാശ്മീരിൻ്റെ പ്രധാന കാഴ്ച തന്നെ ഇത്തരം മരങ്ങളും മഞ്ഞുകൂടിയ പർവ്വതങ്ങളുമാണ്. ഇവിടെ മാത്രം കാണുന്ന മരങ്ങളും ഇവിടെ മാത്രം വിടരുന്ന പൂക്കളും കൊണ്ട് മനോഹരമായ നാടാണ് കാശ്മീർ. മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുമായി മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ നാട്ടിൽ നിന്നും ഞാൻ യാത്ര തുടർന്നു.